ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 3ാം ക്ലാസ്സിൻ്റെ പരിസര പഠനത്തിലെ 7ാമത്തെ പാഠമാണ്. ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം വേണ്ടവർക്ക് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പാഠത്തിൻ്റെ പേരെന്താണ്? നാം ജീവിക്കുന്ന ലോകം. ഇവിടെ 2 കുട്ടികളെ കാണിക്കുന്നുണ്ട് അല്ലേ. ടീച്ചർ ക്ലാസ്സിലെത്തിയപ്പോൾ സമതയും സയാനും തമ്മിൽ തർക്കം നടക്കുകയായിരുന്നു. സയാൻ എന്താണ് പറയുന്നത്? ഭൂമി പരന്നത് തന്നെയാണ്, എനിക്ക് ഉറപ്പാണെന്നല്ലേ. അപ്പോൾ സമത പറയാണ്, അങ്ങനെയല്ല, പരന്നതെങ്കിൽ ഭൂമിക്ക് ഒരു അതിര് വേണ്ടേ. അപ്പോൾ സയാൻ പറയാണ്, കടലല്ലേ ഭൂമിയുടെ അതിര് എന്ന്. അപ്പോൾ ടീച്ചർ അവരുടെ സംശയത്തിൽ ഇടപെട്ടു. എങ്കിൽ കടലിലൂടെ വീണ്ടും മുന്നോട്ട് പോയാലോ? അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നാൽ അത് എവിടെ ചെന്നായിരിക്കും അവസാനിക്കുക? ഭൂമിയെ മുഴുവനായി കാണണമെങ്കിൽ നമ്മൾ എവിടെ വരെ യാത്ര ചെയ്യണം? അതായത് നമുക്കിപ്പോൾ ഒരു വീടിൻ്റെ ചിത്രം വരയ്ക്കണമെങ്കിൽ ആ വീട് നമുക്ക് നോക്കിയിട്ട് ചിത്രം വരയ്ക്കണമെങ്കിൽ നമ്മൾ എവിടെ പോയി നിന്നാലാണ് ആ വീട് മുഴുവനായിട്ട് കാണുക, നമുക്ക് വരയ്ക്കാൻ പറ്റുക? വീടിൻ്റെ ഉള്ളിൽ നിന്നാൽ പറ്റുമോ? ഇല്ല അല്ലേ. വീടിൻ്റെ ഉള്ളിൽ നിന്നാൽ നമുക്ക് വീട് മുഴുവനായിട്ട് കാണാൻ പറ്റില്ല. അപ്പം നമ്മൾ എവിടെ നിൽക്കണം? വീടിൻ്റെ പുറത്ത് നിന്നിട്ട് നോക്കണം അല്ലേ. അപ്പോഴാണ് വീടിൻ്റെ ആ മോഡൽ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ഭൂമിയുടെ ആകൃതി ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ പറ്റുമോ? നമുക്ക് മനസ്സിലാവുമോ? ഇല്ല അല്ലേ. അപ്പം നമ്മൾ അതിന് ദൂരെയുള്ള ആകാശത്ത് പോയി നോക്കണം. അപ്പം നമുക്ക് ഭൂമിയുടെ ആകൃതി മനസ്സിലാവും. ബഹിരാകാശത്ത് നിന്ന് എടുത്ത ഭൂമിയുടെ ചിത്രം നോക്കൂ. ചിത്രം എങ്ങനെയാണ്? ഈ ചിത്രത്തിൽ ഏതാകൃതിയിലാണ് നിങ്ങൾ ഭൂമിയെ കാണുന്നത്? ഉരുണ്ട ആകൃതിയിലാണ് അല്ലേ, ഗോളാകൃതിയിലാണ്. പക്ഷേ ഭൂമി പരന്നതായിട്ടാണല്ലോ നാം കാണുന്നത്. അതെന്തുകൊണ്ടാണ്? ഒരു ചെറിയ ഭാഗം മാത്രം കണ്ടാൽ നമുക്ക് ഭൂമിയുടെ ആകൃതി തിരിച്ചറിയാൻ കഴിയുമോ? ഇല്ല അല്ലേ. അത് നമുക്ക് ഒരു പരീക്ഷണത്തിലൂടെ കണ്ടെത്താം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം തന്നെ ഒരു പ്ലാസ്റ്റിക് പന്ത് എടുത്തിട്ട് അതിൽ ഒരു ചതുരം ഇതുപോലെ അടയാളപ്പെടുത്തുക. ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ചതുരം ഇതുപോലെ അടയാളപ്പെടുത്തുക. എന്നിട്ട് ആ ഭാഗം മുറിച്ചെടുക്കുക. മുറിച്ചെടുത്ത ഭാഗം ഉരുണ്ടതോ പരന്നതോ? പരന്നതാണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ പന്ത് ഭൂമിയും ചതുരം നമ്മൾ നിൽക്കുന്ന പ്രദേശവുമാണെന്ന് വിചാരിക്കാം, നമ്മൾ നിൽക്കുന്ന സ്ഥലവുമാണെന്ന് വിചാരിക്കാം. അപ്പോൾ പന്തിൻ്റെ ആകൃതി എന്താണ്? ഗോളാകൃതിയാണ് അല്ലേ. അപ്പോൾ ഭൂമിയുടെ ആകൃതി ഗോളാകൃതിയാണ്. പക്ഷേ നമുക്ക് കാഴ്ചയിൽ അനുഭവപ്പെടാത്തതിൻ്റെ കാരണം എന്താണ്? ഭൂമി വളരെ വലിയ ഒരു ഗോളമാണ്. നമുക്ക് ഭൂമിയിൽ നിന്നുകൊണ്ട് കാണാൻ കഴിയുന്നത് വളരെ ചെറിയൊരു പ്രദേശവും, അതായത് നാം നിൽക്കുന്ന പ്രദേശവും വളരെ വലിയൊരു ഗോളത്തിൻ്റെ വളരെ ചെറിയൊരു ഭാഗം പരന്നതായിട്ട് നമ്മുടെ കാഴ്ചയിൽ അനുഭവപ്പെടുകയാണ് കേട്ടോ. അടുത്തത് മെഗല്ലൻ്റെ യാത്ര. ഭൂമി ഉരുണ്ടതാണെന്ന് ചില കപ്പൽ യാത്രക്കാർ വളരെ മുമ്പേ മനസ്സിലാക്കിയിരുന്നു. അവരിൽ ആദ്യത്തെ ആളാണ് ഫെർഡിനൻഡ് മെഗല്ലൻ. മെഗല്ലനും കൂട്ടരും ഒരു പായ്ക്കപ്പലിൽ യാത്ര തുടങ്ങി. ഒരേ ദിശയിലാണ് അവർ സഞ്ചരിച്ചത്. യാത്ര വളരെ പതുക്കെയായിരുന്നു. വർഷങ്ങൾക്കൊടുവിൽ ആ പായ്ക്കപ്പൽ യാത്ര തുടങ്ങിയ സ്ഥലത്ത് തന്നെ എത്തിച്ചേർന്നു. അപ്പോൾ എങ്ങനെയായിരിക്കും ഇത് സംഭവിച്ചത്? ഭൂമി ഉരുണ്ടതായതുകൊണ്ട് തന്നെ പതുക്കെ യാത്ര ചെയ്തിരുന്ന മെഗല്ലൻ്റെ കപ്പൽ എന്താണ്, ആ യാത്ര തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തുകയാണല്ലേ ചെയ്യുക. അടുത്തത് ഭൂമിയുടെ മാതൃക. ഭൂമിയുടെ ചെറു മാതൃക ഉണ്ടാക്കിയാൽ അത് എങ്ങനെയിരിക്കും? ഇതുപോലെ അല്ലേ. എങ്ങനെ? കൂട്ടുകാരെ, ഞാനാണ് ഗ്ലോബ്, ഭൂമിയുടെ ഒരു ചെറിയ മാതൃക. ഭൂമിയെക്കുറിച്ച് പഠിക്കാൻ എന്നെ ഉപയോഗിക്കുമെന്നല്ലേ. അപ്പോൾ ഭൂമിയുടെ ഒരു ചെറിയ മാതൃകയാണ് എന്ത്? ഗ്ലോബ്. ഇനി നമുക്ക് ഗ്ലോബ് ഒന്ന് നിരീക്ഷിച്ചാലോ? ഗ്ലോബിൽ ഏറ്റവും കൂടുതലായി കാണുന്ന നിറം ഏതാണ്? നീലയാണ് അല്ലേ. ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കടലിനെയാണ്. മറ്റു നിറങ്ങളിൽ കാണുന്ന ഭാഗങ്ങളോ? കരഭാഗങ്ങളാണ് അല്ലേ. കരഭാഗമാണോ കടലാണോ കൂടുതലുള്ളത്? കടലാണ് കൂടുതലുള്ളത്. കരയുടെ ഇരട്ടിയിലധികം കടലാണ് കേട്ടോ. അപ്പോൾ ഇതന്നെയാണ് താഴെ തന്നിട്ടുള്ളത്. ഗ്ലോബിൽ നീല നിറത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് കടലാണ്. മറ്റു പല നിറങ്ങളിലായി കരഭാഗങ്ങളും ചിത്രീകരിച്ചിരിക്കുന്നു. കരഭാഗത്തിൻ്റെ ഇരട്ടിയിലധികം കടലുണ്ട്. ഇനി നമുക്ക് ആകാശം നോക്കാം. നിങ്ങൾ ആകാശത്തേക്ക് നോക്കിയിട്ടില്ലേ? എന്തെല്ലാം കാഴ്ചകളാണ് ആകാശത്തുള്ളത്? സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്. പിന്നെയോ ആകാശത്തിലേക്ക് നോക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ നമുക്ക് വിമാനം കാണാം, മേഘം, മഴത്തുള്ളികൾ, പട്ടം, പക്ഷികൾ, മഴവില്ല്, ഇവയെല്ലാം കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇനി ആകാശത്തിലെ കാഴ്ചകളല്ലാതെ ആകാശം നിങ്ങൾ എവിടെയൊക്കെ കാണുന്നുണ്ട്? തലക്ക് മുകളിൽ മാത്രമാണോ നിങ്ങൾ ആകാശം കാണുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ സ്കൂൾ മൈതാനത്തിന് നടുവിൽ ചെന്ന് ആകാശത്തേക്ക് നോക്കിക്കേ. അതുപോലെ നിങ്ങളുടെ ഏതെല്ലാം വശങ്ങളിൽ ആകാശം കാണുന്നുണ്ട്?
തലയ്ക്ക് മുകളിൽ ആകാശം നന്നായി കാണാം. അതുപോലെ തന്നെ മുന്നിലേക്കും പിന്നിലേക്കും വശങ്ങളിലേക്കും തിരിഞ്ഞു നോക്കുമ്പോഴുമെല്ലാം ആകാശം കാണുന്നുണ്ട് അല്ലേ? ഇനി ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ചിത്രീകരണം നിരീക്ഷിക്കൂ. ആകാശം ഭൂമിയുടെ ഏതെല്ലാം ഭാഗങ്ങളിൽ കാണപ്പെടുന്നുണ്ട്? നമ്മൾ ഭൂമിയുടെ 4 ഭാഗത്തും നിൽക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അതാ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും നമുക്ക് ആകാശം കാണാം അല്ലേ? ആകാശം ഭൂമിയുടെ ഏതെല്ലാം ഭാഗങ്ങളിൽ കാണപ്പെടുന്നുണ്ടെന്ന് ചോദിച്ചാൽ എല്ലാ ഭാഗത്തു നിന്ന് നോക്കിയാലും നമുക്ക് ആകാശം കാണാം. ആകാശത്ത് ഭൂമിയെ കൂടാതെ മറ്റു പല ഗോളങ്ങളുണ്ടല്ലോ. ഏതൊക്കെയാണവ? പദം സൂര്യൻ പൂർത്തീകരിക്കുക. ആകാശത്ത് ഒരു ഗോളമാണ് ഭൂമി. പിന്നെയോ ചന്ദ്രനുണ്ട്, സൂര്യനുണ്ട്, അതുപോലെ മറ്റു നക്ഷത്രങ്ങളും ഉണ്ട്. ഇനി പകൽ നക്ഷത്രങ്ങൾ എവിടെ? അപ്പോൾ ഒരു കുട്ടി ചോദിക്കുകയാണ്, പകൽ എന്താ ടീച്ചർ നക്ഷത്രങ്ങളെ കാണാത്തതെന്ന്. അപ്പം നമുക്കൊരു പരീക്ഷണത്തിലൂടെ കണ്ടെത്താമെന്ന് ടീച്ചർ പറയാണ് കേട്ടോ. അപ്പോൾ എന്താണ് പരീക്ഷണം? വെളുപ്പ് നിറത്തിലുള്ള ഒരു ചെറിയ LED സൂര്യപ്രകാശമുള്ള തുറസായ സ്ഥലത്ത് വെച്ച് പ്രകാശിപ്പിക്കുക. അപ്പോൾ വെളിച്ചം നിരീക്ഷിക്കുക. ഇതേ പ്രവർത്തനം അടച്ചിട്ട ഇരുട്ട് മുറിയിൽ വെച്ച് ചെയ്യുക. വെളിച്ചത്തിനുള്ള വ്യത്യാസം നിരീക്ഷിക്കുക. എന്ത് മാറ്റമാണ് കണ്ടെത്തിയത്? തുറസായ സ്ഥലത്ത് LED പ്രകാശിക്കുന്നത് കാണാൻ പ്രയാസമാണ് അല്ലേ? അങ്ങനെ കാണൂല, വെളിച്ചം കൊണ്ട് കാണൂല. കാരണം എന്തായിരിക്കും? പകൽ സമയം സൂര്യൻ്റെ പ്രകാശം കൊണ്ടാണ് നക്ഷത്രങ്ങളെ കാണാൻ കഴിയാത്തത്. അതുപോലെ തന്നെ പകൽ സമയം സൂര്യൻ്റെ പ്രകാശം കൊണ്ട് ഈ LED, വെളുത്ത LED കാണൂല. അപ്പോൾ രാത്രിയും പകലും ആകാശത്ത് ഒരേ കാഴ്ചകളാണോ എന്നുള്ളതിന് നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം? സൂര്യൻ ഒഴികെയുള്ള എല്ലാ വസ്തുക്കളും ആകാശത്ത് എപ്പോഴും ഉള്ളവ തന്നെയാണ്. അതായത് രാവും പകലും ആകാശത്തിലുള്ളവയാണ്. പകൽ സമയത്ത് നമുക്കവയെ നമ്മുടെ കണ്ണുകളാൽ കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ അത് അവിടെ തന്നെ ഉണ്ട്. സൂര്യൻ ഒഴികെയുള്ള എല്ലാ വസ്തുക്കളും ആകാശത്ത് തന്നെ ഉണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് പകൽ കാണാൻ കഴിയുന്നില്ല എന്നേ ഉള്ളൂ, സൂര്യൻ്റെ പ്രകാശം കൊണ്ട് കേട്ടോ. ഈ സൂര്യൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു നക്ഷത്രമാണ് അല്ലേ? ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം. ഇനി സൂര്യനെക്കുറിച്ച് നമുക്ക് നോക്കിയാലോ. സൂര്യനിൽ നിന്നുള്ള പ്രകാശമാണല്ലോ ഭൂമിയിൽ ലഭിക്കുന്നത്. ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന സമയങ്ങളിൽ സൂര്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ട് അല്ലേ? ഏതാകൃതിയിലാണ് കാണാറുള്ളത്? സൂര്യൻ്റെ ആകൃതി മനസ്സിലാവണമെങ്കിൽ നമുക്കൊരു പരീക്ഷണത്തിലൂടെ നോക്കാം. ഈ പ്രവർത്തനം ചെയ്യേണ്ടത് വെയിൽ കുറഞ്ഞ സമയത്താണ് കേട്ടോ. അപ്പോൾ സൂര്യപ്രകാശം വീഴുന്ന ഒരു സ്ഥലം നിങ്ങൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് വീതി കൂടിയ ഒരു പാത്രത്തിൽ നിറയെ വെള്ളം എടുത്തിട്ട് സൂര്യപ്രകാശം വീഴുന്ന വിധത്തിൽ, ആ വെള്ളത്തിലേക്ക് സൂര്യപ്രകാശം വീഴുന്ന വിധത്തിൽ വെക്കാം. എന്നിട്ട് പാത്രത്തിലെ വെള്ളം എന്തായിരിക്കണം? ഇളകൊന്നും ചെയ്യരുത്, നിശ്ചലാവസ്ഥയിലായിരിക്കണം. പാത്രത്തിൽ തെളിയുന്ന സൂര്യനെ നിങ്ങൾ നേരിട്ട് ആ വെള്ളത്തിലേക്ക് നോക്കാതെ എന്ത് ചെയ്യുക? ക്യാമറയിൽ പകർത്തുക. അപ്പം നിങ്ങൾക്ക് വട്ടത്തിലുള്ള ആകൃതിയാണോ, ഏത് ആകൃതിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ആ ഒരു ക്യാമറയിലൂടെ നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു പരീക്ഷണം മക്കൾ ചെയ്തു നോക്കുക കേട്ടോ. ഭൂമിയെ അപേക്ഷിച്ച് സൂര്യൻ വളരെ വലിയൊരു ഗോളമാണ്. വളരെ ദൂരെയായതിനാലാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് സൂര്യൻ ചെറുതായിട്ട് തോന്നുന്നത്. നമ്മുടെ ഭൂമിയേക്കാളും വളരെ വലുതാണ് സൂര്യൻ. പക്ഷേ നമുക്ക് ഭൂമിയിൽ നോക്കുമ്പോൾ ചെറുതായിട്ടല്ലേ കാണുന്നത്. അത് അത്രയും ദൂരെയാണ് സൂര്യനുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ. എല്ലാ സമയത്തും സൂര്യൻ ഒരേ വലിപ്പത്തിലാണോ കാണുന്നത്? സൂര്യൻ്റെ വലിപ്പം താരതമ്യേന സ്ഥിരം തന്നെയാണ്. പക്ഷേ സൂര്യൻ ആകാശത്ത് എവിടെയാണെന്നതിനെ ആശ്രയിച്ചായിരിക്കും നമ്മൾ വ്യത്യസ്ത വലിപ്പത്തിൽ കാണുന്നത്. സൂര്യൻ രാവിലെ ഉദിക്കും, വൈകിട്ട് അസ്തമിക്കും. അത്രയും കൂടെ മക്കൾ മനസ്സിലാക്കി വെക്കുക. ഭൂമിയെക്കുറിച്ചും സൂര്യനെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയില്ലേ? ഇനി നമുക്ക് ചന്ദ്രനെ നിരീക്ഷിക്കാം. ഭൂമിക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആകാശഗോളമായ ചന്ദ്രന് സ്വയം പ്രകാശിക്കാൻ കഴിയില്ല. അപ്പോൾ ചന്ദ്രൻ്റെ ആ ഒരു സ്വയമുള്ള വെളിച്ചമല്ല നമ്മൾ കാണുന്നത് കേട്ടോ. സൂര്യൻ്റെ പ്രകാശം പ്രതിഫലിപ്പിക്കുന്നതാണ് ചന്ദ്രൻ്റെ തിളക്കത്തിനും രാത്രിയിലെ നിലാവിനും കാരണം. അപ്പോൾ രാത്രിയിലും വെളിച്ചം നൽകുന്നത് സൂര്യൻ തന്നെയെന്ന് ഈ കുട്ടി ചിന്തിക്കുകയാണ്. സൂര്യൻ എന്ത് വലിപ്പം? സൂര്യൻ നിങ്ങളുടെ ക്ലാസ് മുറിയുടെ വലിപ്പമുള്ള ഒരു പന്താണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഒരു മുത്തിനോളം ചെറുതായിരിക്കും ഭൂമി. അതായത് നിങ്ങളുടെ ക്ലാസ് മുറിയുടെ അത്രയുണ്ട് സൂര്യന്. പക്ഷേ ആ നിങ്ങളുടെ ക്ലാസ് മുറിയിൽ ഉള്ള ഒരു ചെറിയ മാലമുത്ത് അല്ലേ, അത്രയും ചെറുതായിരിക്കും ഭൂമി. അപ്പോൾ എത്ര ഇരട്ടിയിൽ അധികം എന്ന് പറയുമ്പോൾ എത്ര വലുതാണ് സൂര്യനല്ലേ ഭൂമിയേക്കാളും. അപ്പം ചന്ദ്രനാകട്ടെ ഒരു കടുക് മണിയോളം വലിപ്പമേ ഉണ്ടാവും. അപ്പം നിങ്ങൾ ആ ഒരു വലിപ്പം മനസ്സിൽ വിചാരിക്കുക. സൂര്യൻ എന്ന് പറയുന്നത് നിങ്ങളെ ക്ലാസ് മുറിയുടെ അത്രേ, ഒരു മുത്തിൻ്റെ
അത്രയാണ് ഭൂമി, ഒരു കടുകിൻ്റെ അത്ര, ഭൂമിയേക്കാളും അപ്പോൾ എത്രയോ ചെറുത്, ഒരു കടുകിൻ്റെ അത്രയാണ് ചന്ദ്രൻ്റെ വലിപ്പം. എന്നാൽ അസ്തമയത്തെ സൂര്യനെയും പൂർണ്ണചന്ദ്രനെയും നോക്കിയാൽ നമുക്ക് എന്താണ്, ഒരേ വലിപ്പമായിട്ട് തോന്നും. എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾ വലിയൊരു ബോള് നിങ്ങളുടെ അടുത്ത് വെച്ചിട്ട് അതിൻ്റെ വലിപ്പം നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വലിപ്പം മനസ്സിലാവുമല്ലോ. ഇനി കുറച്ച് ദൂരെ, ഒരുപാട് ദൂരെ അതേ ബോൾ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് ദൂരെ നിന്ന് നോക്കുമ്പോൾ അതിനുള്ള വലിപ്പം എത്രയായിരിക്കും? അത് ചെറുതായിരിക്കും അല്ലേ. ഒരേ പന്ത് തന്നെ നിങ്ങളുടെ അടുത്ത് വെച്ച് നോക്കുമ്പോൾ വലുതായിരിക്കും, ദൂരെ കൊണ്ടുവച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് ചെറുതായിട്ട് തോന്നും. നമുക്ക് എങ്ങനെ എഴുതാം? സൂര്യൻ സംഭവം വളരെ വലുതൊക്കെയാണ്, പക്ഷേ ഭൂമിയിൽ നിന്ന് കുറേ അകലെയാണ് ഉള്ളത്, വളരെ അകലെ. അപ്പം നമുക്ക് എന്താണ്, അത് ചെറുതായിട്ടാണ് സൂര്യനെ തോന്നുക. പക്ഷേ സൂര്യനേക്കാൾ വളരെ ചെറുതാണ് ആര്? ചന്ദ്രന്. പക്ഷേ ഭൂമിയോട് സൂര്യൻ്റെ അത്ര അകലത്തിലല്ല ചന്ദ്രനുള്ളത്. സൂര്യൻ വലുതാണെങ്കിലും എത്രയോ ദൂരെയാണ് സൂര്യനുള്ളത്. പക്ഷേ ചന്ദ്രൻ അത്രത്തോളം വലുതല്ലെങ്കിലും ചന്ദ്രൻ കുറച്ചും കൂടെ അടുത്താണുള്ളത്. അപ്പം എന്താണ്, ദൂരെയുള്ള, വളരെ വലിപ്പം കൂടിയ ദൂരെയുള്ള സൂര്യനും എന്നാൽ കുറച്ച് വലിപ്പമുള്ള ചന്ദ്രൻ ഭൂമിയോട് അടുത്തുമാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചില സമയങ്ങളിൽ ഏകദേശം ഒരേ വലിപ്പത്തിൽ കാണപ്പെടും. ആരെ? സൂര്യനെയും ചന്ദ്രനെയും. ഇവിടെ പറഞ്ഞാൽ നോക്കിക്കേ, ഒരു ഫുട്ബോൾ മേശപ്പുറത്ത് വെച്ച് വലിപ്പം നിരീക്ഷിക്കൂ. ശേഷം അതേ ഫുട്ബോൾ സ്കൂൾ മുറ്റത്ത് ഏറ്റവും അകലെയായി വെച്ച് ദൂരെ നിന്നും വലിപ്പം നിരീക്ഷിക്കൂ. ഒരു ഫുട്ബോൾ തന്നെ ആദ്യം വലുതായും പിന്നീട് ചെറുതായും അല്ലേ കാണപ്പെടുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു അല്ലേ, അതെന്തുകൊണ്ടാണ്? അകലം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ചെറുതായിട്ട് തോന്നുകയാണ് അല്ലേ. ഇനി പകലും രാത്രിയും. അമേരിക്കയിലുള്ള അച്ഛനോട് സമത സംസാരിക്കുന്നത് ശ്രദ്ധിക്കൂ. അപ്പോൾ അച്ഛൻ പറയാണ്, ശരി മോളെ, ഞാൻ രാവിലെ ഓഫീസിലെത്തിയതേ ഉള്ളൂ എന്ന്. അപ്പോൾ സമത പറയുന്നത്, എങ്കിൽ ശരി അച്ഛാ, എനിക്ക് ഉറക്കം വരുന്നു, ഗുഡ് നൈറ്റ് അല്ലേ. അപ്പോൾ ഈ ഒരു സ്ഥലത്ത്, സമത നിൽക്കുന്ന സ്ഥലത്ത് രാത്രി ഉറങ്ങാറായിട്ടുണ്ട്. അച്ഛൻ രാവിലെ ഓഫീസിലെത്തിയതേ ഉള്ളൂ. അപ്പോൾ ഒരു സ്ഥലത്ത് രാത്രിയാണെങ്കിൽ മറു സ്ഥലത്ത് പകലാണ്. നമുക്ക് രാത്രി ആയിരിക്കുമ്പോൾ അമേരിക്കയിൽ പകലാകുന്നത് എന്തുകൊണ്ടായിരിക്കും? നമുക്കൊരു പരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാം അല്ലേ. ക്ലാസ് മുറിയുടെ വാതിലും ജനലുകളും ഒക്കെ അടയ്ക്കുക. എന്നിട്ട് ഈ മുറിക്കുള്ളിൽ ഇരുട്ടായതിന് ശേഷം പരീക്ഷണത്തിനായിട്ട് ഒരു എമർജൻസി ലൈറ്റ് ഉപയോഗിക്കുക. ഇത് സൂര്യനായിട്ടാണ് സങ്കല്പിക്കേണ്ടത് കേട്ടോ, എമർജൻസി. ഇനി നിങ്ങൾ ഗ്ലോബ് കൊണ്ടുവെക്കുക. ഭൂമിയുടെ ചെറിയ മാതൃകയല്ലേ, അപ്പം നിങ്ങൾ ഗ്ലോബ് കൊണ്ടുവച്ചിട്ട് അമേരിക്കയുള്ള ഭാഗത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, എമർജൻസി ലൈറ്റ് കത്തിക്കുക. അപ്പോൾ ഇന്ത്യ ഉൾപ്പെടുന്ന ഭാഗത്ത് വെളിച്ചം വരുന്നുണ്ടോ? എന്താണ് നിങ്ങൾ കണ്ടെത്തിയത്? വെളിച്ചമില്ല അല്ലേ. ഇരുട്ട് മുറിയിൽ നിങ്ങൾ ഏത് ഭാഗത്താണോ വെളിച്ചം അടിക്കുന്നത്, അമേരിക്കയുടെ ഭാഗത്താണെങ്കിൽ മറുഭാഗത്തുള്ള ഇന്ത്യയിലേക്ക് വെളിച്ചം വീഴുന്നില്ല. അവിടെ എന്താണ്? ഇരുട്ടാണ് അല്ലേ. നിങ്ങൾ തിരിച്ച് ഇന്ത്യയുള്ള ഭാഗത്ത് വെളിച്ചം കത്തിച്ച് നോക്കുക. അപ്പോൾ അമേരിക്കയുള്ള ഭാഗത്തേക്ക് വെളിച്ചം വരുന്നുണ്ടോ? ഇല്ല. ഇന്ത്യയുള്ള സ്ഥലത്ത് വെളിച്ചം വരുന്ന സമയത്ത് അമേരിക്കയുടെ ഭാഗത്ത് ഇരുട്ടായിരിക്കും. അതായത് ഇന്ത്യയുടെയും അമേരിക്കയുടെയും സ്ഥാനം പരസ്പരം തികച്ചും വിപരീതമാണ്. ഗ്ലോബിൽ രണ്ട് രാജ്യങ്ങളെയും നമുക്ക് ഒരേ സമയത്ത് കാണാൻ കഴിയില്ല. അപ്പം നമുക്ക് ഭൂമിയിൽ പകലും രാത്രിയും ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് എഴുതി നോക്കിയാലോ. സൂര്യനിൽ നിന്നുള്ള വെളിച്ചം ലഭിക്കുന്ന ഭാഗത്ത് പകലും മറുവശത്ത് രാത്രിയും അനുഭവപ്പെടുന്നു. ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനാൽ പകലും രാത്രിയും മാറി മാറി വരുന്നു. ഇങ്ങനെയാണ് ഭൂമിയിൽ പകലും രാത്രിയും ഉണ്ടാകുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത്. മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബാക്കി ഭാഗം പാർട്ട് 2 പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പം നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.